ഗർഭനിരോധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ഗൈനക്കോളജിസ്റ്റ് നമ്മൾ പിൽസ് കഴിക്കുന്നവരുണ്ട്, കോണ്ടം യൂസ് ചെയ്യുന്നവരുണ്ട്, ഇപ്പോൾ കോപ്പർട്ടി യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതിൽ ദ ബെസ്റ്റായിട്ട് എപ്പോഴും ആസ് എ ഗൈനക്കോളജിസ്റ്റ് അഡ്വൈസ് ചെയ്യാറ് ഏതാ? കോൺട്രാസെപ്റ്റീവ്സ് പറയുമ്പം പിന്നെ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കില്ല. പക്ഷേ ഡിപ്പെൻഡ്സ് അപ്പോൺ ഒരാൾക്ക് അവരുടെ ഡ്യൂറേഷൻ. ന്യൂലി മാരീഡ് കപ്പിൾസിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ബാരിയർ മെത്തേഡ്സ്, ഇംപ്ലാൻസ് ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നുള്ളത്. ഇംപ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ് ഇൻസേർട്ട് ചെയ്യാൻ. ഇപ്പോൾ ന്യൂവർ ടെക്നിക്കാണ്, ഒരു 3 to 5 years ഒക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ്. അത് ന്യൂലി മാരീഡ് കപ്പിൾസിൽ അത് യൂസ് ചെയ്യാം. പ്ലസ് പിന്നെ ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിൽ പിൽസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിന്നെ ലൈക്ക് ഓൾറെഡി ഡെലിവറി കഴിഞ്ഞവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കോപ്പർട്ടി യൂസ് ചെയ്യാം. ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ തന്നെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ. അല്ല, ഇപ്പോൾ ഹസ്ബൻഡൊക്കെ ഗൾഫിലൊക്കെ നിൽക്കുന്ന ആളാണ്, പിന്നെ മേ ബി ഒരു 1 or 2 months വന്ന് പോകുന്നവരാണെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് ദേ ക്യാൻ ഗോ ഫോർ ദ പിൽസ്. ഫോർ ലോങ് ഡ്യൂറേഷൻ ആണെങ്കിൽ ഒരിക്കലും പിൽസ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഹോർമോണൽ ഇംപ്ലാൻസ് ലൈക്ക് ഇത് ഇംപ്ലാൻസ് അല്ല, കോപ്പർട്ടി പോലെ ഇടുന്ന മെറീന പോലത്തതുണ്ട്. ചിലവർക്ക് എല്ലാവർക്കും കോപ്പർട്ടി ടേക്കപ്പ് ചെയ്യണമെന്നില്ല. ബ്ലീഡിങ് ഇഷ്യൂസൊക്കെ വരുന്നവരാണെങ്കിൽ മെറീന പോലത്തെ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊന്നും വേണ്ട, ബാരിയർ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നോ സൈഡ് ഇഫക്ട്സ്, നത്തിങ്, യു ക്യാൻ ബാക്ക്. അതുപോലെ തന്നെ ഈ കോൺട്രസെപ്റ്റീവ് പിൽസ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫെർട്ടിലിറ്റിയെ പെർമനൻ്റ്ലി അത് ബാധിക്കുമോ? പെർമനൻ്റ്ലി ബാധിക്കില്ല, പക്ഷേ ലോങ് ടേം ഹോർമോണൽ ആക്ച്വലി കഴിക്കുമ്പം നമുക്ക് അതിൻ്റെ കുറേ സൈഡ് ഇഫക്ട്സ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ചില വെയിറ്റ് ഗെയിൻസ് വരാം, മൂഡ് സ്വിങ്സ് വരാം, ഒരു ലതാജിനസ് വരാം. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ലോങ് ടേം വേണ്ടെന്ന് പറയാനിരിക്കുന്ന കാരണം. പിന്നെ ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ട് മെൻസ്ട്രൽ കംപ്ലയിൻറ്റ്സ് ഒക്കെ വരാൻ സാധ്യതയുള്ളതൊക്കെ കൊണ്ടാണ് അത് വേണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ മെൻസ്ട്രേഷൻ്റെ സമയത്ത് വിട്ടുപോയൊരു കാര്യം നമ്മൾ ഈ ചില പെൺകുട്ടികളെങ്കിലും ചിലപ്പോഴെങ്കിലും വന്ന് ചോദിക്കാറില്ല. അതായത് മെൻസ്ട്രേഷൻ സമയത്ത് നമ്മളുടെ ബ്ലഡിൻ്റെ വേരിയേഷൻ, കളറിലെ വേരിയേഷൻ, അത് ഈ പറയുന്ന പോലെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ടോ? ഈ കളറ് എന്തെങ്കിലും ബ്ലഡ് സൈൻസ് തരുന്നുണ്ടോ എന്നുള്ളത്? ഇപ്പം നോർമലായിട്ടുള്ള ഒരു ക്ലിയർ കട്ട് റെഡ് ബ്ലഡ് അല്ല നമുക്ക് കിട്ടുന്നത്. ചിലപ്പം ചിലവർക്കൊരു ലൈറ്റ് കളർ കാണാം, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് കളർ, ഒരു ബ്രൗണിഷ് ഡിസ്ചാർജ്, ഒരു ബ്ലാക്കിഷ് ഡിസ്ചാർജ്, അങ്ങനെ ഒരു ഡിസ്ചാർജ് കളർ ചേഞ്ച് ആയിട്ട് വരുന്നതാണെങ്കിൽ യൂഷ്വലി ദർ ക്യാൻ ബി ഐദർ ഹോർമോണൽ ഇംബാലൻസ് ഓർ ഓവേറിയൻ പാത്തോളജി. കൂടുതൽ ചാൻസ് ഫോർ ഓവറിയിൽ എന്തോ ഒരു പാത്തോളജി ഉണ്ടെന്നാണ്. ഇറ്റ് ക്യാൻ ബി ഓവേറിയൻ സിസ്റ്റ് അല്ല PCOS എന്തെങ്കിലും. എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് അതൊന്ന് ഡിറ്റക്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഹോർമോണൽ ഇതിൽ അൾട്രാസൗണ്ടൊക്കെ ചെയ്തപ്പം നിങ്ങളുടെ ഓവറീസൊക്കെ നോർമലാണ്, നത്തിങ് ഇസ് ദെയർ എന്നാണെങ്കിൽ നമ്മൾ ഹോർമോൺസ് ലൈക്ക് തൈറോയ്ഡ് ഹോർമോൺ, പിന്നെ നമ്മുടെ പ്രൊലാക്റ്റിൻ ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ നെക്സ്റ്റ് ഉള്ളത് വൈറ്റമിൻ D ലെവൽ ചെക്ക് ചെയ്ത് നോക്കും. താങ്ക് യു. അതുപോലെ ഒട്ടുമിക്ക പെൺകുട്ടികളുടെയും കുറച്ച് പ്രശ്നമായിരിക്കും PCOD അല്ലേ? PCOD സഫർ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. PCOD കാരണം ഈ പറഞ്ഞ പോലെ വെയിറ്റിൻ്റെ കാര്യത്തിൽ, രോമ വളർച്ചയുടെ കാര്യത്തിൽ തടി കൂടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. PCOD കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ സ്പെഷ്യലി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? PCOD ഇപ്പം ഇന്നത്തെ എല്ലാ ജനറേഷൻസും കാണുന്നതാണിപ്പം. ഈവൻ പിന്നെ ഇത് കുട്ടികളുള്ള ആൾക്കാർക്കും മൾട്ടിഗ്രാവിഡയിൽ പോലും PCOD കാണുന്നത്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് ചേഞ്ച് ചെയ്ത് പോയി. കാരണം ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നുണ്ട് PCOD. ജനറ്റിക്കായിട്ട് കുറച്ച് ചെറിയൊരു പാരക്കുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് കാണുന്ന PCOD ഓൾമോസ്റ്റ് കൂടുതലും വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടാണ്. കാരണം നമ്മുടെ സെഡൻറ്ററി വർക്കിംഗ് ഹാബിറ്റ്, പിന്നെ ഫുഡ്, ഡയറ്റ്, അൺഹെൽത്തി ഫുഡാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ സെഡൻറ്ററി വർക്കിംഗ്, ആർക്കും ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള എക്സസൈസ് നമ്മളെ ബോഡിക്ക് കിട്ടുന്നില്ല. അപ്പം നമ്മൾ ഡെയിലി ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മിക്ക PCOD മാറാം. പിന്നെ PCOS വരുമ്പോഴാണ് നമുക്ക് സ്കിൻ ചേഞ്ചസ്, ഹെയർ ഫോൾ, വെയിറ്റ് ഗെയിൻ, അത് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം. മറ്റ് PCOD എന്ന് പറയുമ്പം പിന്നെ നമുക്ക് ഓവറിയിൽ സ്മോൾ സിസ്റ്റ്. കാരണം ഈ സിസ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ എക്സ്ട്രാ ഗ്രോത്ത് ഒന്നുമല്ല കേട്ടോ. നമ്മളെ ഓവറിയിൽ എല്ലാ മാസം നമ്മളെ പീരീഡ്സിൻ്റെ സമയത്ത് കുറച്ച് ഫോളിക്കിൾസ് പുറത്തേക്ക് വരും ഓവറിൻ്റെ അകത്ത് നിന്ന്. ആ ഫോളിക്കിൾ യൂഷ്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വരുമ്പോൾ ഒരു 1 millimeter ഒക്കെ ഉണ്ടാവുള്ളൂ. അത് വന്ന് ഒരു 18 to 20 millimeter ആകുമ്പോൾ അത് റപ്ചർ ചെയ്യും. അതാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അതങ്ങ് പോകും. അത് യൂഷ്വൽ പ്രക്രിയ അങ്ങനെയാണ്. പക്ഷേ PCOS നമുക്ക് PCOD സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഫോളിക്കിൾസ് ഗ്രോ ചെയ്യില്ല, ഒരു 2 to 3 millimeter സൈസിൽ നിൽക്കും. അത് ഓവുലേഷൻ നടക്കാതെ അത് അവിടെ തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് സൈക്കിൾ വരുന്നതും അവിടെ തന്നെ ഉണ്ടാവും. ഫൈനലി നോക്കുമ്പോൾ ഓവറിൻ്റെ പുറത്തിങ്ങനെ കുരുക്കൾ പോലെ, ഈ ചിക്കൻ പോക്സിൻ്റെ കുരുക്കൾ പോലെ ഇങ്ങനെ കുറേ ഉണ്ടാവും. അതാണ് പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് എന്ന് പറയുന്നത്. കുറേ കാലം ഇത് നിൽക്കുമ്പോൾ എന്നുള്ള വെച്ചാൽ നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് വരും, ഇൻസുലിൻ പിന്നെ റെസിസ്റ്റൻസ് വരും.
അതാണ് പിന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാരണം വരുന്നത്. നമുക്ക് ഇൻസുലിൻ നമ്മുടെ ബോഡിയിലുണ്ട്, അത് റെസിസ്റ്റൻ്റ് ആക്കും. നമ്മൾ എക്സസൈസ് ലാക്ക് കൊണ്ടാണ് ഇൻസുലിൻ പിന്നെ റെസിസ്റ്റൻ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ നല്ല പ്രോപ്പറായിട്ട് റെഗുലർ എക്സസൈസ് വേണമെന്ന് അഡ്വൈസ് ചെയ്യാൻ കാരണം അതാണ്. അപ്പോൾ ഇൻസുലിൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒബ്വിയസ്ലി ഈസ്ട്രോജനും വർക്ക് ചെയ്യും, നാച്ചുറലി നിങ്ങൾക്ക് ഓവുലേഷന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ ഹോർമോൺസൊക്കെ ഇൻ്റർ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ആക്നെ പോലത്തെ കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് വെച്ചാൽ PCOSൽ റെഗുലർ എക്സസൈസ്, ഹെൽത്തി ഫുഡ്, ഇത് ചെയ്താൽ തന്നെ നമുക്ക് കൂടുതൽ. കാരണം ആൾക്കാർ വരാറുണ്ട് മെഡിസിൻ തരുമെന്ന്. കാരണം മെഡിസിൻ ഉണ്ട് നമുക്ക്, പക്ഷേ ഇത് മെഡിസിൻ ഇഫക്ട്സ് പിന്നെ നിങ്ങൾക്ക് അത് ഫ്രൂട്ട്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊരു 3 to 6 month മെഡിസിൻ എടുത്തു എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങളെ PCOD മാറാൻ പോകുന്നുമില്ല. പിന്നെ യങ്സ്റ്റേഴ്സ് പിന്നെ ഈ PCOD ഉണ്ടാകുമ്പം യൂഷ്വലി നമ്മുടെ ഫെർട്ടിലിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഫെർട്ടിലിറ്റിനെ അഫക്റ്റ് ചെയ്യുമ്പം ഒരു പ്രഗ്നൻ്റ് ആയി കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ PCOD ട്രീറ്റ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആവാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. എലോങ് വിത്ത് ദ PCOD ട്രീറ്റ്മെൻറ്റ് തന്നെ നമ്മൾ ഇൻഡക്ഷൻ ചെയ്തിട്ടായിട്ട്, കാരണം ഈ PCOD ഒക്കെ ട്രീറ്റ് ചെയ്ത് എടുക്കാൻ സമയമെടുക്കും. ആ സമയം കൊണ്ട് എലോങ് വിത്ത് ദാറ്റ് യു ക്യാൻ കണ്ടിന്യൂ പ്രഗ്നൻസി ട്രയലും ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത് അതായിരിക്കുമല്ലേ.